നമസ്കാരം. അമൃതാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ പത്മനാഭൻ പിള്ള സാറിന് ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. ശ്രീ CT ജയകുമാർ സാർ കണ്ടക്ട് ചെയ്ത ഒരു സിദ്ധ സംഗമം. അവിടെ ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു, പ്രാക്ടീഷണേഴ്സ് ഉണ്ടായിരുന്നു. സിദ്ധവൈദ്യത്തിൽ തന്നെ വൈദ്യമേഖലയുണ്ട്, അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള മേഖലകളിലൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. മാന്ത്രികം, ജ്യോതിഷം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു അവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പേർട്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരു സ്പീക്കറായിട്ടല്ല, മറിച്ച് നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് സാറ് ഇതിനെക്കുറിച്ച് സാറ് 2 വാക്ക് സംസാരിക്കണമെന്ന് സാറിനെക്കുറിച്ച് അറിയുന്ന ആരോ പറയുകയും സാർ ഈ ഒരു വൈദ്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും അതുവരെയുള്ള എൻ്റെ ജീവിതയാത്രയിൽ അത്രയും ഗംഭീരമായിട്ട് സിദ്ധവൈദ്യത്തിൻ്റെ ആൽക്കമിയെ പറ്റിയൊന്നും അത്രയും ഡെപ്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനന്ന് ശരിക്കും ഇങ്ങനെ ഷോക്കായിട്ടാണ് ഇരുന്നു പോയത്. അതിന് പ്രധാന കാരണം സാറ് മഹാരാജാസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കെമിസ്ട്രി പ്രൊഫസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിദ്ധന്മാരുടെ ആൽക്കമിയൊക്കെ സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സയൻറ്റിഫിക് തലങ്ങളിൽ നിന്നുകൊണ്ട്, അതായത് ഫാക്ച്വലി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി സാറിനുണ്ട്. അല്ലെങ്കിൽ അത്രയും അറിവും ജ്ഞാനവും ഒന്ന് പാരമ്പര്യമായിട്ട് വളരെ കുട്ടിക്കാലം മുതൽ ഈ ഒരു വൈദ്യമേഖല ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നടന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗഹനമായിട്ടുള്ള അറിവ് ഈ ഒരു മേഖലയിലുണ്ട്, സിദ്ധവൈദ്യം എന്ന് പറയുന്ന ആ ഒരു മേഖലയിലുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കാണ് അദ്ദേഹം ഒരു കെമിസ്ട്രി പ്രൊഫസർ ആകുമ്പോഴത്തേക്ക് വളരെ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ശേഷി സാറിൽ മാത്രമാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു ആത്മബന്ധമാണ് സാറുമായിട്ട്. അത് ഇന്നും തുടർന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാകുളം വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സാറിനെ പോയി കാണുക, സാറിനൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക. സാറിനോട് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് സാറിൻ്റെ വായിൽ നിന്ന് വീഴുന്നതെല്ലാം വൈദ്യമേഖലയിൽ ഈ പാലാഴി മഥനം ചെയ്ത് അമൃതകുംഭം വരുന്നത് പോലെ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെയാണ്. അത് വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളാണ് സാറ് പറയുന്നതൊക്കെ. അപ്പോൾ അത്രയേറെ പാണ്ഡിത്യമുള്ള ഒരാളിനോടൊപ്പം എപ്പോഴൊക്കെ സമയം ചിലവഴിക്കാൻ അവസരം കിട്ടുമോ അതൊക്കെ ഞാൻ നന്നായി വിനിയോഗിക്കുമായിരുന്നു. പിന്നെ സാറ് സ്വന്തമായിട്ടാണ് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി മെഡിസിൻസും ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് അക്വയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാലങ്ങളിൽ സാറ് പറയുന്നൊരു കാര്യമാണ് പാരമ്പര്യമായിട്ടുള്ള ചികിത്സാ വിധികളും അല്ലെങ്കിൽ എങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു സ്റ്റുഡൻറ്റ്, അതൊരു സിദ്ധ ഡോക്ടറായിരുന്നാലും അല്ലെങ്കിൽ ഈ സിദ്ധ മേഖലയിൽ, ഇപ്പോൾ സിദ്ധ ഡോക്ടേഴ്സ് മാത്രമല്ല സിദ്ധ മേഖലയിലേക്ക് കടന്നു വരുന്നത്, സിദ്ധയുടെ ഫിലോസഫിക്കൽ തലങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനായിട്ട് തമിഴ്നാട്ടിൽ പല കോഴ്സുകളും ഒക്കെ ഉണ്ട്, ശൈവ സിദ്ധാന്തമൊക്കെ പഠിക്കുന്ന അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. സിദ്ധവൈദ്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകുമ്പോൾ കിട്ടുന്ന അതൊരു അനുഭവമാണ്. ആ അനുഭവത്തിലൂടെ നമുക്ക് ശരിക്കുമുള്ള വൈദ്യത്തിൻ്റെ അതിൻ്റെ ഡീപ്പായിട്ടുള്ള തലങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് സാറിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. പാരമ്പര്യമായിട്ട് സിദ്ധവൈദ്യം പ്രാക്ടീസ് ചെയ്യാനും, അതായത് ചികിത്സയായിരുന്നാലും പഠന വിഷയങ്ങളായിരുന്നാലും അല്ലെങ്കിൽ ബുക്സിൻ്റെ അറിവുകളുടെ ആർക്കൈവ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ ഔഷധ ചെടികളായിരുന്നാലും മരുന്ന് നിർമ്മാണമായിരുന്നാലും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളൊരു പാരമ്പര്യമായിട്ടുള്ള പഠനത്തിനുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്ന് ഇന്നിപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയേഴ്സിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ആശയങ്ങളായിരുന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആഴമേറിയ ഒരു വൈദ്യ മേഖലയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സാവിധികളായിരുന്നാലും ഇതിൻ്റെ ആത്മീയ തലങ്ങളായിരുന്നാലും. അതായത് ഈ വൈദ്യമേഖലയിൽ പഠനത്തിനായിട്ടെത്തുന്ന ഒരു ബിഗിനർ എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ വഴികളിലൂടെ നടന്നു നീങ്ങണമെന്നുള്ളതൊക്കെ വിശദമായിട്ട് സാറ് പറയുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളും അല്ലെങ്കിൽ സാറിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാം. നമ്മളിപ്പോൾ ഈ സിദ്ധവൈദ്യം, ആയുർവേദം അതൊക്കെ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള പഠന സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മൾ ഗുരുകുല രീതിയിൽ ആശാൻ്റെ കൂടെ നടന്ന് പഠിക്കുന്ന രീതി, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, സ്വീകാര്യമായിട്ടുള്ളത്, അഭികാമ്യമായിട്ടുള്ളത്. അത് എന്തുകൊണ്ടെന്നാണെന്ന് വെച്ചാൽ വൈദ്യൻ തന്നെയാണ് മരുന്നുകൾ ഉണ്ടാക്കേണ്ടത്. കടയിൽ നിന്ന് കിട്ടുന്ന മരുന്നുകളോ മറ്റുള്ള ആളുകൾ ഉണ്ടാക്കുന്ന മരുന്നുകളോ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ആചാര്യന്മാരുടെ വിധി. അത് സത്യവുമാണ്. പല ആളുകൾക്കും അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ള ഒരാൾ മരുന്നുണ്ടാക്കുമ്പോഴേക്കും അവരുടെ ഏത് വിധിപ്രകാരം ഉണ്ടാക്കുന്നു, ഏത് വിധിപ്രകാരം ശുദ്ധി ചെയ്തിരിക്കുന്നു, ഇതൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ എളുപ്പം നോക്കി ചികിത്സ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും
അത് ഗുണകരമായിട്ട് വരികയില്ല. പലപ്പോഴും അത് കുഴപ്പത്തിൽ അപകടത്തിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്വയം മരുന്നുകൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. സ്വയം മരുന്നുകൾ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഈ വൈദ്യൻ്റെ കൂടെ നടന്ന്, ഗുരുവിൻ്റെ കൂടെ നടന്ന് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ട മൂലികകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ശേഖരിക്കണം. അതാണ് വളരെ പ്രധാനം, ശേഖരിക്കുക എന്നുള്ളത്. നമ്മൾ ബുക്കുകളിൽ കണ്ടുകൊണ്ടോ ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തിക്കൊണ്ടോ ഒന്നും നമുക്കങ്ങനെ പറ്റില്ല. കാരണം ഇപ്പോൾ ഔഷധങ്ങൾ ഏതാണ്ട് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഔഷധികൾ വളരെ വളരെ കുറവാണ്. പാതയോരത്തും റോഡരികിലുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഈ തൊഴിലുറപ്പ് മറ്റു പലതരത്തിലുള്ള വീണ്ടും വിചാരമില്ലാതെ ദീർഘവീക്ഷണമില്ലാതെ മുഴുവനും വെട്ടി നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അനേകം ഔഷധികൾ അന്യം വന്ന് പോയിരിക്കുകയാണ്. നമ്മൾ ഈ നാട്ടിൽ മാത്രം ഉണ്ടായിരുന്ന പല ഔഷധികളും ഇപ്പോൾ ഇല്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും, ദുർലഭമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അന്വേഷിച്ച് ഇത് എവിടെ നിൽപ്പുണ്ട് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി, മരുന്നുണ്ടാക്കാൻ വേണ്ടത്ര ക്വാണ്ടിറ്റി എവിടെ നിൽക്കുന്നു എന്നുള്ള വിവരം അറിയേണ്ടി വരും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ മനസ്സിലാക്കി വച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ മരുന്നുകളും ഉണ്ടാക്കുന്നതിന് ഇതുപോലെയുള്ള പ്രയത്നം ആവശ്യമാണ്. ഒരു യോഗം എടുത്തു കഴിഞ്ഞാൽ ആ യോഗത്തിന് ചേരുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൊക്കാലിറ്റി, അതാണ് അതിൻ്റെ ആ ലോക്കൽ ഏരിയ, അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ ഒരു ടെക്സ്റ്റിലും എഴുതിയിട്ടില്ല. ലോക്കൽ ജനറലായിട്ട് കാർഡടിച്ച് എഴുതിക്കുന്ന പോലെ നമ്മളിപ്പോൾ ബോട്ടണി ബുക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ആൾ ഓവർ ഇന്ത്യ, അല്ലെങ്കിൽ ഡെക്കാൻ, സിലോൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കും. നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ കളക്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ കളക്ട് ചെയ്യണമെങ്കിൽ അത് പഠിക്കുമ്പോൾ തന്നെ വേണം. പഠിക്കുമ്പോൾ തന്നെ ഈ മൂലികകൾ ഏത് ഭാഗത്താണ് ധാരാളമായിട്ട് വളരുന്നത്, നമ്മുടെ സമീപ പ്രദേശത്ത് എവിടെയുണ്ട് എന്നുള്ള വിവരം നമ്മൾ അന്വേഷിച്ച് നോട്ടിൽ അത് നോട്ട്ബുക്കിൽ എഴുതി വച്ചിരിക്കണം. അങ്ങനെ പഠിക്കണം. അത് ഓരോ ഗുരുക്കന്മാരുടെയും കീഴിൽ പഠിക്കുമ്പോൾ ആ ലൊക്കാലിറ്റിയിലുള്ള ഏരിയ കിട്ടും നമുക്ക്. ഓരോ മരുന്നുകളുടെയും ഡിസ്ട്രിബ്യൂഷൻ, സ്ഥലം, ഇതെല്ലാം നമുക്കറിയാമായിരിക്കും. നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു തരും അദ്ദേഹം. അങ്ങനെ മാത്രമാണ് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ മരുന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ ഏതെങ്കിലും കൊട്ടേഷൻ വിളിച്ച് വരുത്താമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ ഈ സാധനങ്ങളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സ്പീഷീസ് വ്യത്യാസം ഉണ്ടാകും, അതിന് ഗുണവ്യത്യാസം ഉണ്ടാകും, എല്ലാം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, നാളുകളെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിലുള്ളൊരു പഠനമേ അല്ല. യഥാർത്ഥത്തിൽ അത് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കി കളക്ട് ചെയ്ത് വേണം മരുന്നുണ്ടാക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ഈ സിസ്റ്റത്തിൽ ഉപരി മരുന്നുകളെല്ലാം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ മാത്രമേ പാടുള്ളൂ. മാത്രമല്ല, നമ്മുടെ സാധാരണ ടെക്സ്റ്റുകളിൽ പറയാത്ത അനേകം മൂലികകൾ പാരമ്പര്യ വൈദ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അനേകം മൂലികകൾ ഇപ്പോൾ പേപ്പട്ടി വിഷത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പല മൂലികളും നമ്മൾ ഇവിടെ കിട്ടാത്തതാണ്. യഥാർത്ഥത്തിൽ അത് അപൂർവ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് പഴയ, പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അനേകം മൂലികകൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കാത്ത ടൈപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നേരിട്ട് ഗുരുവിൽ നിന്ന് പഠിച്ചെങ്കിൽ മാത്രം, അത് അറിയാവുന്ന ആളിൽ നിന്ന്, ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഗുരു മാത്രമായിരിക്കണമെന്നില്ല, നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് ഇത് അറിയാവുന്ന ആളുകൾ ആരാണോ അവരെല്ലാം ഗുരുക്കന്മാരാണ് സത്യത്തിൽ. അവരിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പേപ്പട്ടി വിഷത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പുലിനഖം കേട്ടിട്ടുണ്ടല്ലോ? പുലിനഖക്കൊന്ന ഒരു ചെടിയല്ലേ? അതെ, പുലിനഖക്കൊന്ന് നമുക്കുണ്ട്. അത് അപൂർവമാണ്. ഞാനിത് നമ്മുടെ കൊട്ടാരക്കരയിലുള്ള ശിവാനന്ദാശ്രമം അവിടെ ഉണ്ട്. അവിടെ ഉണ്ടാവും. അത് ഈ കിളിയിലിപ്പയുടെ കൂട്ട് തന്നെയുള്ള ഒരു സംഗതിയാണ്. ഒരു വൃക്ഷത്തിൽ ഇതിങ്ങനെ പിടിച്ച് കയറി ക്ലൈംബർ പോലെ. അതെ, അങ്ങനെ അനേകമുണ്ട്, അനേകം മരുന്നുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു ശീലം, ആ ഒരു സമ്പ്രദായം അത് വളർത്തിയെടുത്ത് അതനുസരിച്ച് മരുന്നുകൾ തയ്യാറാക്കി വച്ചിട്ട് വേണം ചികിത്സ തുടങ്ങാനായിട്ട്. എങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. ഈ വ്യക്തി ജനങ്ങൾക്ക് പ്രയോജനകരമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പാരമ്പര്യ വൈദ്യത്തിൻ്റെ പഠനം പാരമ്പര്യ രീതിയിൽ തന്നെ വേണമെന്ന് നമ്മൾ പറയാൻ കാരണം. തന്നെ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എക്സ്റ്റെൻസീവായിട്ട് യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ കണ്ണും മൂക്കും കാതും കൃത്യമായിട്ടും സെൻസിറ്റീവായിരിക്കണം. സമീപ പ്രദേശത്തുള്ള മുഴുവൻ പ്ലാന്റ്സും സ്കാൻ ചെയ്താൽ പോവുക. നോക്കി കണ്ടു കഴിഞ്ഞാൽ ഇതേതാണെന്നുള്ളവരെ മനസ്സിലാക്കണം. അപ്പോൾ ചില ഏരിയയിൽ വളരെ വളരെ കൂടുതലായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട പ്ലാന്റ്സ് നിൽക്കുന്ന കാണാം. അത് നോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഔഷധികളെക്കുറിച്ച് പഠിക്കേണ്ടത് മുഴുവനും അങ്ങനെയാണ്. അപ്പോൾ അതിന് എല്ലാ പച്ചമരുന്നുകളും എവിടെ നിൽക്കുന്നു എന്നുള്ള വിവരം പോയി തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുകയാണ്. സ്വാഭാവികമായ രീതിയിൽ വളരുന്നത്, നമ്മൾ ചെടിച്ചട്ടി വളർത്തിയ കിട്ടിയില്ല നമുക്ക് ആവശ്യം പോലെ. സ്വാഭാവികമായ രീതിയിൽ തന്നെ വളരുന്ന
ആ ഏരിയ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് നോട്ട് ചെയ്ത് വയ്ക്കണം. ആ ലൊക്കാലിറ്റി, ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് എത്രത്തോളം ഉദ്ദേശം കിട്ടും, അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഒരു സ്ഥലം പോരാ, പല സ്ഥലങ്ങൾ വേണം. കാരണം ഒരു സ്ഥലം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് കളക്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ കാണണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലുറപ്പായിട്ടോ അതല്ലെങ്കിൽ ഇപ്പോൾ വ്യാപകമായ രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് തരിശായിട്ട് കിടന്ന സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും 3 സെൻറ്റ് 5 സെൻറ്റ് വീതമുള്ള വീടുകളായിട്ട് തിരിച്ച് കെട്ടി വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒന്നും കാണില്ല. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ പൂനീര് ഉപ്പൊക്കെ എടുക്കാൻ പോയാൽ അങ്ങനെയാണ്. പണ്ട് പറഞ്ഞിരിക്കുന്ന സ്ഥലമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അവിടെ എല്ലാം ഒന്നിലെ വളപ്രയോഗം, വലിയ രാസവളങ്ങളൊക്കെ ഇട്ട് കൃഷി ചെയ്തിരിക്കും. അതും അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളായിരിക്കും, ടൗൺഷിപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിരിക്കുന്നത് ഏതാണോ ആ ഏരിയയിൽ വേണം ഇത് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു മരുന്ന് ഉണ്ടാക്കുന്നതിന് അതിന് മുമ്പ് തന്നെ നമ്മൾ ആ മരുന്നിൽ ഉണ്ടാക്കുന്നതിന് വേണ്ട പച്ചമരുന്നുകൾ എവിടെയെല്ലാം നിൽക്കുന്നു എന്നുള്ള ഒരു നല്ല സർവേ നടത്തിയിരിക്കണം. അതിന് തന്നെ കുറച്ച് സമയമെടുക്കും. അത് മനസ്സിലാക്കി എല്ലാം നമുക്ക് വേണ്ടിടത്തോളം ക്വാണ്ടിറ്റി കിട്ടുമെന്ന് ബോധ്യം വന്നാൽ മാത്രമേ നമ്മൾ കളക്ഷന് പോകാവുള്ളൂ. കാണുന്ന സാധനം അപ്പോഴേ പറിച്ചെടുക്കാൻ നോക്കരുത്. അത് വലിയ മടയത്തരാണ്. ആ ചെടി ഉള്ളതും കൂടി ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത്. അതൊരു വൈദ്യൻ ശരിക്കും ചെയ്യാൻ പാടുള്ളതാണ്. ഒരു വൈദ്യ വിദ്യാർത്ഥി ഒരിക്കലും ചെയ്യാൻ പാടില്ല. എത്ര വിലപ്പെട്ട ഒരു പച്ചമരുന്നാണ് തന്നെ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഉടനെ അത് ചാടിക്കയറി പറിച്ചെടുക്കരുത്. പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നട്ടു വളർത്താമെന്നായിരിക്കും നമ്മുടെ ധാരണ. പക്ഷേ അത് വിജയിക്കില്ല, അത് ശരിയുമായിരിക്കില്ല. അത് ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല, വളർന്നൊന്നും വരില്ല, അത് നശിച്ചു പോകും. അപ്പോൾ ഒരു വൈദ്യൻ അല്ലെങ്കിൽ വൈദ്യ വിദ്യാർത്ഥി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ കാണുന്ന പച്ചമരുന്നുകൾ പറിച്ചെടുക്കുക എന്നുള്ളത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അതെടുക്കാവുള്ളൂ, അല്ലാതെ എടുക്കാൻ പാടില്ല. അപ്പോൾ അത് കണ്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. വളരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണെങ്കിലും എവിടെയെങ്കിലും നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കട്ടെ എന്ന് വയ്ക്കണം. അവിടെ നിന്ന് പറിച്ച് വേറെ സ്ഥലത്ത് കൊണ്ട് നട്ടു വളർത്തണമെന്ന് വിചാരിക്കരുത്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ അതേ രീതിയിൽ നമ്മളിതും ഈ ഒരു 100-500 പ്ലാന്റ്സെങ്കിലും പഠിച്ചു വച്ചിരുന്നാൽ ആ ആൾക്ക് ഏത് മരുന്ന് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും സാധാരണ രീതിയിൽ. അത് അതേ രീതിയിൽ പഠിക്കണം. അതല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അന്വേഷിച്ച് നടക്കാമെന്നല്ലാതെ മരുന്നുണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന് പലരും കൊണ്ടുവന്നിരുന്ന സാധനങ്ങൾ ചേർക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ മരുന്ന് ഇല്ലാതെ മരുന്നുണ്ടാക്കേണ്ടി വരും. ഒരു 10 കൂട്ടം മരുന്ന് വേണ്ട സ്ഥാനത്ത്, പച്ചമരുന്ന് ചെയ്യേണ്ട മൂലികൾ വേണ്ട സ്ഥാനത്ത് ഒരെണ്ണം കിട്ടിയില്ല അല്ലെങ്കിൽ 2 കിട്ടിയില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് വെച്ച് ചെയ്യും. അത് കച്ചവടക്കാരങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഫാക്ടറികൾ കച്ചവടക്കാരാകുമ്പോൾ അവർക്ക് അതല്ലാതെ പ്രൊഡക്ഷൻ നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ. മരുന്നിന് ഓർഡറുണ്ട്, സാധനം സപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതേ രീതിയിലുള്ള ബലഹീനത അവർക്കുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ബലഹീനത വൈദ്യനെ സംബന്ധിച്ച് വരാൻ പാടില്ല. അതുകൊണ്ടാണ് വൈദ്യൻ സ്വയം മരുന്ന് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ 100% ഉറപ്പുണ്ടാവും. ഈ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഗുണം എപ്പോഴും നമുക്ക് കിട്ടിയിരിക്കും. ഒരു മരുന്നിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നാണെങ്കിൽ ആ മരുന്നിൻ്റെ ഗുണം എപ്പോഴും അതേപോലെ തന്നെ കിട്ടിയിരിക്കും നമുക്ക്. അതിനകത്ത് സംശയം വേണ്ട. പിന്നെ അപ്പോൾ മരുന്നിനകത്ത് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വാസം ഉണ്ടാവും. അത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഓരോ ഇതാണ് ഉണ്ടാക്കി രോഗിക്ക് കൊടുത്ത് അതിൻ്റെ ഫലം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാകില്ല. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം കിട്ടുന്ന കഴിഞ്ഞാൽ വേറൊരു തവണ ചെല്ലുമ്പോൾ വേറൊരു കമ്പനിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ രോഗി വേറൊരു കമ്പനിയുടെ ആയിരിക്കും വാങ്ങിക്കുക. അപ്പോൾ അത് ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ല. ഒരെണ്ണം ചവർപ്പായിരിക്കും, ഒരെണ്ണം പുളിപ്പായിരിക്കും, ഒരെണ്ണം മധുരമായിരിക്കും. ഒരുപാട് ആൾക്കാർ ഒന്ന് പറയുന്നുണ്ട്. അങ്ങനെ അരിഷ്ടമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലത് എരിവായിരിക്കും, ചിലത് എരിവില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്. ഇതിങ്ങനെയല്ല സാറേ നേരത്തെ കിട്ടിയ മരുന്നൊന്നും പറയാൻ ഇടയാകരുത്. അപ്പോൾ അതുകൊണ്ട് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ടോട്ടലി ഡിസ്കാർഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഞാൻ എൻ്റെ അഡ്വൈസ് പറയുന്നത് ഒരു വൈദ്യന്മാർ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളൊരു ഉപദേശം അതാണ്. രണ്ടാമത്തെ ഉപദേശം എന്ന് പറയുന്നത് കഷായവും അരിഷ്ടവും മിനിമം മാത്രം ഉപയോഗിക്കുക. മിനിമം ഉപയോഗിക്കാൻ പാടില്ലെന്നല്ല പറയണത്. കഷായ യോഗങ്ങളൊക്കെ വളരെ ഫലപ്രദമാണ്. അങ്ങനെ ഒരുപാട് യോഗങ്ങളുണ്ട്. പക്ഷേ ഈ കഷായ യോഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്നുള്ള ഫലസ്ഥിതി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പലതരത്തിലുള്ള സൈഡ് എഫക്റ്റിനും കാരണമുണ്ട്. കാരണം കഷായങ്ങൾ ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരു തവണ ഉണ്ടാക്കുന്ന കഷായം 1 ദിവസത്തേക്കേ പാടുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഇപ്പോൾ 1 ലിറ്റർ വെള്ളമൊഴി തിളപ്പിച്ച് 8-1 വറ്റിച്ച് കഴിഞ്ഞാൽ 120 ml കിട്ടും. അത് 40 ml വീതം 3 നേരം കഴിക്കാം. ആ ഒരു പറയുന്നത് നമ്മുടെ കഷായത്തിനെ കുറിച്ചല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന കഷായങ്ങൾ, കുടിനീരിനെ കുറിച്ച്. ശരിയായ അതെ, കുടിനീര്. നമ്മൾ സ്വയം മരുന്നുകൾ ഉണ്ടാക്കിയാൽ പോലും അത്രേ പാടുള്ളൂ. അതിൽ കൂടുതൽ ഇരിക്കണമെങ്കിൽ അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കണം. അതും ബെൻസോയേറ്റ് പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ അത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതകളാണ്. ഒരു ന്യൂക്ലിയസ് ആണ് ബെൻസിലിനുള്ളത്. പക്ഷേ ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള പോളി ന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസ് എല്ലാം കാർസിനോജനാണ്. എല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അമിതമായ അളവിൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പല കുഴപ്പങ്ങളുമുണ്ട്. അപ്പോൾ അതൊന്നും ചേർക്കാൻ കൊള്ളുന്ന സാധനങ്ങളല്ല. പക്ഷേ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന മിക്കവാറും ഒക്കെ അതാണ്.
അതേപോലെ തന്നെ പലതും ഇപ്പം പിന്നെ ബെൻസോയേറ്റ് ഉപയോഗിച്ചാൽ പോലും അല്ലെങ്കിൽ മെറ്റാബൈ സൾഫേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇതുപോലെ തന്നെയാണ്. മീഥൈൽ പരാബൻ, പ്രൊപ്പൈൽ പരാബൻ, ഇങ്ങനെ ഒരേ ഇത് പറയുന്നുണ്ട് പരാബൻസൊക്കെ. അതൊന്നും നമുക്ക് സത്യത്തിൽ നമ്മളെ മരുന്നിൻ്റെ ഗുണത്തെ കുറയ്ക്കുന്നതോ മരുന്ന് ഡീകമ്പോസ് ചെയ്യുന്നതോ കാലാന്തരത്തിൽ കേടുവരുത്തുന്നതോ ഒക്കെയാണ്. അതൊന്നും യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കൊള്ളുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ട് ഈ കഷായ ചൂർണ്ണങ്ങൾ ഉണ്ടാക്കി വേണമെങ്കിൽ കൊടുക്കാം രോഗിക്ക്. വീട്ടിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഷായം ഉണ്ടാക്കി കഴിക്കണം. അതിന് സന്നദ്ധത ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ കഷായം ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഡെയിലി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഡെയിലി വന്ന് വാങ്ങിക്കുന്നവർക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ കഷായം നമുക്ക് പ്രായോഗികമായിട്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം നാട്ടുമ്പുറങ്ങളിൽ മുഴുവൻ പച്ചമരുന്നുകളുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കി കഴിക്കാനുള്ള സന്നദ്ധതയും ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്. ഇതിപ്പോൾ അതില്ല. ക്ഷമയുണ്ടായിരുന്നു. പ്രായോഗികമായിട്ടുള്ള അറിവുണ്ട്. കുറികോൽ കണ്ടിറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കറിയാം. അത് പറഞ്ഞാൽ മാത്രം മതി. എത്ര ഒരു കഷായം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം അത് വറ്റി കഴിയുമ്പോൾ എന്തോരം കിട്ടുന്നോ അതിന് നേരത്തെ അളവെടുത്ത് വയ്ക്കും. അതിനാണ് കുറികോൽ കാണുക എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വന്നു കഴിയുമ്പോൾ ഒന്നിനെ വറ്റി പൊടി പോലെ കരിഞ്ഞു പോകും. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു 4 ഇരട്ടി ഉണ്ടാകും വെള്ളം വറ്റാതെ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള അളവ് അറിയണമെങ്കിൽ തന്നെ അതൊക്കെ പഴയ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. നമ്മൾ വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കഷായം കൊണ്ടുള്ള ചികിത്സ കഴിയുന്നിടത്തോളം കുറയ്ക്കുക. അതിന് പകരം ഉപരിമരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. പിന്നെ അതിന് അനുപാനമായിട്ട് മാത്രം വേണം കഷായം കൊടുക്കാനേ ഉള്ളൂ. അത് ലഘുവായിട്ടുള്ള കഷായങ്ങൾ 1, 2, 3 കൂട്ടം മരുന്നുകൾ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കഷായങ്ങൾ കൊടുക്കുക. അനുപാനമായിട്ട് ഉപരിമരുന്നുകൾ കൊടുക്കാൻ സിന്ദൂരങ്ങൾ, ഭസ്മങ്ങൾ, മെഴുകുകൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ ഫലപ്രദമാണ്. പെട്ടെന്ന് തന്നെ വലിയ ഗുണം കിട്ടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ചികിത്സാ കേന്ദ്രങ്ങൾ ആ രീതിയിലാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. ആ രീതിയിലാണ് പ്ലാൻ ചെയ്യേണ്ടത്. അതായത് മരുന്നുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാകണം. സ്വയമായിട്ട് അവിടെ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കണം. ആ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ട പച്ചമരുന്നുകളും മറ്റും അവിടെ തന്നെ നട്ടുപിടിപ്പിക്കണം. അതിന് വാസ്റ്റായിട്ട് ഒരു 10, 20, 25 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും. ഈ പറഞ്ഞ 500 പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിക്കാൻ അത് ധാരാളം മതിയാവും. അത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ട ക്വാണ്ടിറ്റിയും അവിടെ നിന്ന് തന്നെ കിട്ടും. ആ രീതിക്ക് തന്നെ അങ്ങനെ ഉള്ളൊരു സെൻ്ററായിട്ട് മാത്രമേ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ ഉള്ള പഠനം അങ്ങനെ അതിന് പര്യാപ്തമല്ല സത്യത്തിൽ. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ശരി, അത് ചികിത്സാ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത്, ഇത് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് എക്സ്റ്റൻസീവ് യാത്ര ആവശ്യമാണ് അവരുടെ ലൊക്കാലിറ്റിയിൽ. ഇപ്പം പഠിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ ജോലി കിട്ടുന്ന സ്ഥലത്തോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇതിനുള്ള സംവിധാനം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇതിൽ പാരമ്പര്യ രീതിയിൽ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവൻ്റേതായിട്ടുള്ള ലൊക്കാലിറ്റിയിൽ ആ ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് പച്ചമരുന്നുകൾ ഉള്ള ഏരിയ കൃത്യമായി നോക്കി മനസ്സിലാക്കി വച്ചിരിക്കണം. അതിന് കുറച്ച് നാളത്തെ പരിശ്രമം ആവശ്യമാണ്. എങ്കിലേ പഠനം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ ഈ ശ്ലോകങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പഠിച്ചു, മരുന്നുകൾ ഉണ്ടാക്കാനുള്ള വഴികൾ പഠിച്ചു, ഇതൊക്കെ കഴിഞ്ഞാൽ പോലും ഇതിലെ ശരിയായ ചികിത്സയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അറിവ് ആവശ്യമാണ്. ഏത് ഭാഗത്താണോ നമ്മൾ ചികിത്സാലയം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് മരുന്നുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനവും വേണം. അതിൻ്റെ ലൊക്കാലിറ്റിയിൽ ഈ പച്ചമരുന്നുകൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ള വിവരം വളരെയധികം യാത്ര ചെയ്ത് നോട്ടെടുത്ത് കൃത്യമായിട്ട് വച്ചിരിക്കണം. അതും ഈ പറഞ്ഞ പോലെ നല്ല ഗുരുക്കന്മാരൊക്കെ ആണെങ്കിൽ അവർക്കറിയാൻ പറ്റും ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന പച്ചമരുന്നുകൾ എവിടെയുണ്ട്. ഇപ്പോൾ നാഗർകോവിലാണെങ്കിൽ നാഗർകോവിൽ എവിടെയുണ്ട്, കന്യാകുമാരിയിലാണെങ്കിൽ അവിടെ എവിടെയുണ്ട്, മധുരയിലാണെങ്കിൽ എവിടെയുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഉള്ള കാര്യങ്ങൾ. ചില പച്ചമരുന്നുകൾ ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ. മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് വളരെയധികം കഷ്ടപ്പെടണം. ദിവസങ്ങളോളം കളയേണ്ടി വരും, ഒരുപാട് ദിവസങ്ങൾ കളയേണ്ടി വരും അത് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പോൾ അതിന് സമയം വളരെയധികം ചിലവഴിക്കുന്നതാണ് എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല, മരുന്നുകളുടെ ചിലവും കണ്ടമാനം കൂടി വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും നിൽക്കില്ല. പക്ഷേ ഈ പഠനം ഞാനീ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ വളരെ സുലഭമായിട്ട് എളുപ്പത്തിൽ തന്നെ ഈ മരുന്നുകൾ ശേഖരിക്കാൻ പറ്റും, മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ മരുന്നുകൾ നമ്മൾ അറിയാവുന്ന ആളുകളെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചതിന് വളരെ എക്സ്പെൻസീവ് ആകും. ഇപ്പോൾ തമിഴ്നാട് ഏരിയയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചമരുന്നുകൾ 1 കിലോയ്ക്ക് 500 രൂപ, 1000 രൂപ, 1500 രൂപയൊക്കെ അവർ ചോദിക്കും. അതേ രീതിയിലാണ്. ഈ എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകണില്ല. പക്ഷേ ഭയങ്കര ഇതാണ്. അത് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് മരുന്നുണ്ടാക്കാൻ പറ്റില്ല, എളുപ്പമല്ല. അതെല്ലാം കിട്ടി ഉണ്ട്. അത് നമ്മൾ തിരുമലൈ കോവിലിൻ്റെ സൈഡിലുണ്ട്. പിന്നെ തിരുമലൈ കോവിൽ ചെങ്കോട്ടയ്ക്ക്, അതെ അവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ എന്താണ് അപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് പഠിച്ചെടുക്കാൻ അങ്ങനെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് തന്നെ പഠിച്ചെടുക്കുകയായിരുന്നു. കൊടൈക്കനാലിലേക്ക് പോകുന്ന ആ ഭാഗത്തുണ്ട്.
പിന്നെ മധുരത്താൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ആ ലൊക്കാലിറ്റിയിൽ വേണ്ടിടത്തോളം ഉണ്ട്. ചില പച്ചമരുന്നുകൾക്ക് പറ്റിയ സ്ഥലം അവിടെ വളരെ കൂടുതലായിട്ട് കാണിക്കും. ബാക്കി ആ പ്രദേശം നമ്മൾ എവിടെയൊക്കെ ഇറങ്ങി നോക്കിയാലും കാണില്ല. പിന്നെ മാറ്റി നട്ടായിട്ട് പിടിക്കത്തുണ്ടാവും, പലതും പിടിക്കില്ല. അതാണ് അതിൻ്റെ മണ്ണിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ആൽക്കലൈൻ സോയിലാണ്. നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ പുളിമണ്ണാണ്, അസിഡിക് സോയിൽ. അപ്പോൾ ഈ അസിഡിക് സോയിലിൽ വളരുന്നത് ആൽക്കലൈൻ സോയിൽ വളരില്ല. ആൽക്കലൈൻ സോയിലിൽ വളരുന്നത് ഇപ്പുറത്തും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പാടായിരിക്കും. വളർന്നാൽ തന്നെ ശരിയായി ഔഷധ ഗുണം വ്യത്യാസമുണ്ടാവും. അതായത് ചില മരുന്നുകളിൽ ചില ഇതിനകത്തെല്ലാം ലോഹ അംശങ്ങൾ, ഇപ്പോൾ ഗോൾഡ്, സിൽവർ, കോപ്പർ ഇതിൻ്റെയൊക്കെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ അത് ഉള്ള മണ്ണിലേ അത് വളരുള്ളൂ നന്നായിട്ട്. അതല്ലാതെ ഇപ്പോൾ ഗോൾഡിൻ്റെ അംശം ഒട്ടുമില്ലാത്ത ഒരു സ്ഥലത്ത് എഴുതുന്നത് ഗോൾഡിൻ്റെ അക്യുമുലേഷനുള്ള ഒരു പ്ലാന്റ് നട്ടുപിടിപ്പിച്ചാൽ പിടിക്കില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. അത് അഗസ്ത്യരുടെ ചില ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുമുണ്ട് അങ്ങനെ, ഏതൊക്കെ ചെടികളിൽ ഏതെല്ലാം ലോഹാംശം കൂടുതലുണ്ടെന്നൊക്കെ. അത് അത്ര വരെയും ഗവേഷണം ചെയ്ത് അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു മൈക്രോ മിനറൽ സപ്ലൈ ആണല്ലേ? അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല ആ രീതിയിൽ നമ്മൾ ആലോചിക്കാനായിട്ടാണ്. ശരിക്കും ചില പ്ലാന്റുകളിൽ ഈ പറയുന്ന മണ്ണിൽ വളരെ സൂക്ഷ്മമായിട്ടും ചെറിയ അളവിൽ കാണുന്ന ലോഹങ്ങൾ ഈ പ്ലാന്റ് കൂടുതൽ വലിച്ചെടുത്തിട്ട് അക്യുമുലേഷൻ പ്ലാന്റിൽ കൂടുതൽ കാണും. അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതിലും വളരെ എളുപ്പമാണ് ഈ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ മണലൊക്കെ ആറ്റുമണലൊക്കെ എടുത്ത് അരിച്ച് അതിൽ നിന്ന് ചെറിയ സ്വർണ്ണത്തരികളൊക്കെ എടുക്കുന്ന ആളുകൾ കാണുന്നില്ലേ? ദൂരം പാടാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ചിലടത്ത് കൂടുതൽ അക്യുമുലേഷൻ കൂടുതലുള്ളത് കൂടുതൽ കിട്ടും, എന്നാലും ബാക്കിയുള്ളത് വളരെ കുറവായിരിക്കും. അതേസമയം ഇതുപോലെ തന്നെ ഗോൾഡിൻ്റെ അംശം കൂടുതലുള്ള പ്ലാന്റ്സ് ഉണ്ട് പല സ്ഥലത്തും, പല പ്ലാന്റ്സും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് വയ്ക്കണം. അങ്ങനെ അറിയാവുന്ന ആളുകൾക്കാണെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. എക്സ്ട്രാക്ട് ചെയ്ത് ഇതിലും ലാഭകരമാണ്, എളുപ്പമാണ്, മണ്ണിൽ നിന്നൊക്കെ എടുക്കുന്നതിലും എളുപ്പമാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മാർഗങ്ങളും ഇതിനകത്തുള്ളതാണ് ശരിക്കും. അപ്പോൾ വൈദ്യനെ സംബന്ധിച്ചോളം, പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഈ മണൽ വളരെ പ്രധാനമാണ്. ഏത് മണ്ണിൽ ഏതെല്ലാം പ്ലാന്റ്സ് വളരും. അപ്പോൾ അതിന് രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, അതോടൊപ്പം വളരുന്ന വേറെ കുറേ പ്ലാന്റ്സുകളുണ്ടാകും, കോമൺ ആയിട്ട് കളകളായിട്ടും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് വളരുന്ന ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും, ഇവിടെ മിക്കവാറും നമ്മൾ അന്വേഷിക്കുന്ന ആ പ്ലാന്റ് ഉണ്ടാകും എന്ന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഒരു വെറുതെ വഴിയെ യാത്രയ്ക്ക് പോയാൽ പോലും മതി, വെറുതെ കാണുമ്പോൾ പോലും നമുക്കറിയാൻ പറ്റും. ഒരു കാണുന്ന ഒരു ഏരിയ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഇന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. ആ ഒരു അറിവ് കിട്ടും സ്വാഭാവികമായിട്ടും. അത് കുറച്ച് നാൾ ശീലിച്ചു കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ റയർ വെറൈറ്റീസ് പലപ്പോഴും. ഇപ്പോൾ തൂതുവേള, വെള്ളത്തൂതുവേള വിശേഷ ഗുണമുള്ളതായിട്ടാണ് പറയണത്. വെള്ളത്തൂതുവേള, അതുപോലെ തന്നെ വെളുത്ത ആവാരം, അതുപോലെ വെളുത്ത വയൽച്ചുള്ളി. വെളുത്ത ആവാരമൊക്കെ ഇവിടെ വെളുത്ത ആവാരം തേവാരം സൈഡിലുണ്ട്, തേവാരം സൈഡിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷ വെറൈറ്റി ഇതുണ്ട്, സ്പീഷീസ് പ്രത്യേകം. അപ്പോൾ അതിന് വിശേഷ ഗുണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വളരെയധികം അന്വേഷിച്ച് നടന്നാലേ കാണുള്ളൂ. നമ്മളുടെ ഇവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുമ്പോഴേക്കും നമുക്ക് വയൽച്ചുള്ളി വയലറ്റ് കളറിലുള്ളതാണ്, അല്ലെങ്കിൽ നീല കളറിലുള്ളതാണ്. അതേസമയം നമ്മളിങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലും ഉള്ളത് കാണുമ്പോൾ വൈറ്റ് കാണുമ്പോൾ നമ്മളപ്പോൾ തന്നെ മനസ്സിലാക്കും ഇത് റയർ വെറൈറ്റിയാണ്, ഇവിടെ മാത്രമേ ഉള്ളൂ. അത് അപ്പം നമ്മുടെ മനസ്സിൽ നോട്ട് ചെയ്യും. അതുപോലെ തന്നെ മുക്കുറ്റി, വെള്ളപ്പൂവുള്ള മുക്കുറ്റി, ഇതെല്ലാം ഇങ്ങനെ ചെങ്കറ്റാട, ചുവന്ന കംപ്ലീറ്റ് ചുവപ്പായിട്ടുള്ള കറ്റാർ വാഴ. അപ്പോൾ ഇത് ഗോൾഡിൻ്റെ അതെ ചെമ്പിൻ്റെ അംശം. അതിനകത്ത് ഇരുമ്പിനൊരു കമ്പി കയറ്റി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അത് എടുത്ത് കഴിഞ്ഞാൽ ചെമ്പായിട്ടിരിക്കുന്ന പറഞ്ഞാൽ ചെമ്പ് കവർ ചെയ്തിരിക്കുക അതാണ്. അപ്പോൾ ചെമ്പിൻ്റെ അംശമുണ്ട് ധാരാളം. അത് വിശേഷ മൂലികയാണ്, ശരിക്കും കൽപ്പമൂലികളാണ്. രാവണൻ്റെ സ്വർണ്ണതന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ സിദ്ധായുടെ അനേകം ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട് ചെങ്കാറ്റാഴിയെക്കുറിച്ച്. അപ്പോൾ അതേപോലെയുള്ള റയർ വെറൈറ്റി നിന്നാണ് ഈ സ്വർണ്ണം, അത് വേറെ അങ്ങനെയുണ്ട്. സ്വർണ്ണത്തിൻ്റെ അക്യുമുലേഷനുള്ള വേറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഒക്കെ. ഇപ്പോൾ ഉമ്മത്ത്, നീല ഉമ്മത്ത്, അതൊക്കെ ഗോൾഡിൻ്റെ അംശം കൂടുതലുള്ളതാണ്. അതൊക്കെ എക്സ്ട്രാക്ഷൻ എത്രത്തോളം കിട്ടുമെന്നറിയില്ല, പക്ഷേ എന്നാലും അതിൻ്റെ അംശം ഉള്ളതാണ്. അപ്പോൾ അതേപോലെയാണ് ഇതിൻ്റെ ആ സൈഡ് എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഹെർബലിൻ്റെ ആ ഒരു സൈഡ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ കൽപ്പമൂലികൾ, ബോഗറുടെ ഗ്രന്ഥങ്ങളെല്ലാം 45 കൽപ്പമൂലികളെക്കുറിച്ച് പറയുന്നുണ്ട്. ജരാമരണങ്ങളെ നേരിട്ടാനും ദീർഘായുസ് കൂടുതലുണ്ടാക്കാനും രോഗങ്ങളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാനും വരാതിരിക്കാനായിട്ട് സഹായിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കൽപ്പമൂലികൾ എന്ന് പറയുന്നത്. 45 ബോഗമഹർഷി എഴുതുന്നുണ്ട്. ശരിക്കും 122 ഔഷധങ്ങളെക്കുറിച്ചാണ് തിരുമൂലർ മഹർഷി പറഞ്ഞിരിക്കുന്നത്. അത് ഖനിജമായിട്ടുള്ള ഒരു 60 മൂലികകളായിട്ടുള്ള 60, പിന്നെ സ്വർണവും വെള്ളിയും. ഇത് രണ്ടും കൂടെ എല്ലാം കൂടെ വരുമ്പോഴാണ് 122 കൽപ്പ ഔഷധങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സിദ്ധന്മാരും
ഈ കൽപ്പൗഷധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രയോഗ രീതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ റിജുവിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ശരിക്കും. അത് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബ്രാഞ്ചാണത് ആ രീതിയിൽ. പക്ഷേ ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ട്രഡീഷണലായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ. കാരണം ഈ ട്രഡീഷണലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലാണ് അനേകായിരം ഗ്രന്ഥങ്ങളുണ്ട്. ഒരു 10-20,000-ഓളം ഗ്രന്ഥങ്ങളുണ്ട് ശരിക്കും, സംസ്കൃതത്തിലും തമിഴിലുമായിട്ട് ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ 3-4 ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ബാക്കി അസംഖ്യം ഗ്രന്ഥങ്ങൾ പുറത്ത് കിടക്കുകയാണ്. അത് എന്തൊക്കെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല, നിശ്ചയമില്ല. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അത് ശേഖരിക്കുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ശാസ്ത്രം നമുക്ക് എന്തെങ്കിലും മനസ്സിലായി, അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു ഔട്ട്ലൈൻ കിട്ടണമെങ്കിൽ പോലും ഇത്രയധികം കഷ്ടപ്പാടും ഒക്കെ ആവശ്യമാണ്. പഠനത്തിന് വേണ്ടിയിട്ട് വളരെയധികം സമയം ചിലവഴിക്കേണ്ടി വരും. നമ്മളതിലേക്ക് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയും പകലും ഒക്കെ ഇരുന്ന് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യും, അന്വേഷിക്കാൻ നടക്കും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് അങ്ങനെ ഇരുന്നു. ശരിക്കും അത് തന്നെയായിരുന്നു മുഴുവൻ സമയം ചിന്ത. രാവിലെ അതെ, രാത്രിക്ക് അതെ, മുഴുവൻ സമയം. കിടക്കുമ്പോൾ പോലും ഒക്കെ അങ്ങനെയാണ്. 12 മണിയും 1 മണിയൊക്കെ ആകുമ്പോൾ കിടക്കുന്നാലും ഇതൊക്കെ ഈ ചിന്ത ആയിരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴെല്ലാം മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളാണ്. ഈ ഒരു അപൂർവമായിട്ടുള്ളൊരു ഇത് കാണുമ്പോൾ ഇത് എന്താണ് സാധനമെന്ന് അറിയാനായിട്ട്. പഴയ കാലത്ത് തമിഴ്നാട്ടിലുള്ള പ്രായമായ അപ്പൂപ്പന്മാർക്കും അല്ലെങ്കിൽ പാട്ടിമാർക്കും എല്ലാം അറിയാമായിരുന്നു. ഇത് ചോദിച്ചാൽ അവരപ്പം തന്നെ പറയും അതെന്താ പ്ലാന്റ് എന്നുള്ളവർ. പക്ഷേ ഇപ്പോഴുള്ളവർക്ക് ആർക്കും അറിയില്ല. അത് അത്രയധികം ഇത് അന്യമായി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു അറിവ് ജനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ട് കാലത്ത് വളരെ എളുപ്പമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാൾക്കറിയില്ലെങ്കിൽ വേറൊരാൾക്ക്, അല്ലെങ്കിൽ വേറെ ആൾക്ക്, ഒരു 4 പേര് കാണുമ്പോൾ ആരൊക്കെങ്കിലും അറിയാമായിരിക്കും. അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ചെന്നാലും ശരി, ഈ പ്ലാന്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും ഇതിൻ്റെ സാധനമാണ്. ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പോൾ പ്രായമുള്ളവർക്കും അറിയില്ല, പിള്ളേർക്കും ഒന്നും അറിയാൻ പറ്റില്ല. അവരാൾക്ക് കാര്യം ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇങ്ങനത്തെ ഒരു സംഭവം അതിനൊരു പേരുള്ളതായിട്ട് പോലും അറിയില്ല. ഒരു പച്ച മരുന്ന് അല്ലെങ്കിൽ വഴി കാണുന്ന ഒരു ചെടി കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരു പേരുള്ളതായിട്ട് പോലും അവരറിയില്ല. അത് അതിന് ഉപയോഗിക്കാൻ കൊള്ളുമെന്ന് പോലും അവരറിയുന്നില്ല. അത്രയ്ക്ക് മോശമായിപ്പോയി നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്. പഴയകാലത്ത് ഇത് പ്രാഥമികമായ അറിവാണ്. അതുകൊണ്ടാണ് ഞാൻ വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റില്ല, പ്രാഥമികമായ അറിവാണ്. അതുപോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപൂർവമായി കൊണ്ടിരിക്കുന്നത്. മൂലികളെല്ലാം അപൂർവമായി കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ധാരാളമായിട്ട് ഉണ്ടായിരുന്ന പച്ച മരുന്നുകളൊന്നും ഇപ്പോൾ കാണാനില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ പലതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു ദുസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതേപോലെയുള്ള സെൻറ്റേഴ്സ് ഉണ്ടായി വരണം. അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്. ഇപ്പം ഇത് പാരമ്പര്യ രീതിയിൽ ഇത് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന സെൻറ്ററുകൾ ഉണ്ടായി വരണം. അത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജനങ്ങൾക്ക് സ്വീകാര്യമായ സാധാരണക്കാർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ വേണം. അവിടെ തന്നെ ചികിത്സയ്ക്കും ഉള്ള സൗകര്യം വേണം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മരുന്ന് ഉണ്ടാക്കാൻ പറ്റണം. ഉണ്ടാക്കുന്ന മരുന്നുകൾ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ റിസർച്ചും വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും എല്ലാ അസുഖങ്ങളും മോഡേൺ നെയിമിട്ട് മോഡേൺ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് ഏതാണെന്ന്. ഒരു പുതിയ ഒരു രോഗാണുവിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു രോഗത്തിൻ്റെ പേരും പറഞ്ഞ് വരുമ്പോൾ അത് പുതിയതാണെന്നാണ് നമ്മളെ ധാരണ. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. ആയുർവേദം പഴഞ്ചനാണ്, അല്ലെങ്കിൽ സിദ്ധവൈദ്യം പഴഞ്ചനാണ്, അതിനകത്തൊക്കെ എങ്ങനെ ഇത് പറയുക എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വരുന്ന ഓരോന്ന് വൈറസ് രോഗങ്ങൾ, കോവിഡ് ആയാലും കൊള്ളാം, അതുപോലെയാണ് H1N1 ആയാലും കൊള്ളാം, അങ്ങനെയൊക്കെയുള്ള അനേകം പനികളെക്കുറിച്ച് ഇപ്പോൾ വരുന്നുണ്ട്. ഇതെല്ലാം പുതിയ പുതിയ രോഗങ്ങളാണെന്നാണ് നമ്മുടെ ധാരണ. യഥാർത്ഥത്തിൽ ഇത് പുതിയതല്ല. 64 തരം രോഗങ്ങളെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 64 തരം പനികളെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത്രയും പനികൾ മോഡേൺ മെഡിസിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതാണ് കൂടുതൽ അഡ്വാൻസ്ഡ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ വക രോഗങ്ങൾ പുതിയതാണെന്ന് പറഞ്ഞ് വരുന്ന രോഗങ്ങളെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ ഏതാകാൻ സാധ്യതയുണ്ട്, ഏതുണ്ട് എന്നുള്ള വിധം താരതമ്യം ചെയ്യാം, അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അതാണ് റിസർച്ച് എന്ന് പറഞ്ഞാൽ. അതിന് പറ്റുന്ന മരുന്നുകളും നമ്മുടെ ഗ്രന്ഥത്തിൽ നിന്ന് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ പിന്നെ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ മരുന്ന് പിന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മറ്റു കാര്യങ്ങളും കണ്ടുപിടിക്കും. ഇങ്ങനെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് റിസർച്ചും വേണ്ടി വരും. അപ്പോൾ ഈ മൂന്നും ഒരുമിച്ച് വരും. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ റെഫറൻസിനുള്ള ഗ്രന്ഥശാല അതും വേണ്ടി വരും. അതും ഒരു മസ്റ്റാണ്. അപ്പോൾ ഈ 4 ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു പാരമ്പര്യ രീതിയിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ശരിയായ രീതിയിലുള്ള. ആ രീതിയിൽ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഓരോ വൈദ്യന്മാരും അവരുടെ ലിമിറ്റേഷൻ കൊണ്ട് അവരുടെയൊക്കെ ചെല്ലുന്ന കുട്ടികളെയും കൂട്ടി ഓരോ സ്ഥലത്ത് പോകും, അവിടെ ചെന്ന് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന മരുന്നുകളും പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന എത്ര മരുന്നുകളാണോ കൈകാര്യം ചെയ്യുന്നത് അത്രയും മരുന്നുകളെക്കുറിച്ച് ഒരു പ്രാവീണ്യം കിട്ടും. ആ മരുന്നുകൾ ഉപയോഗിക്കാൻ അറിയാൻ പറ്റും, അതിൻ്റെ ഡോസ് അറിയാൻ പറ്റും. അതുപോലെ അത് മരുന്ന് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
ഇപ്പോൾ പുടപ്പാകം, മാത്രാപാകനം, അഗ്നിപാകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പാകങ്ങളുണ്ട് ഇതിന്. അതുമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് അത്രയും മരുന്നുകളുടെ കാര്യത്തിൽ. പിന്നെ അത്രയും മരുന്നുകൾ പഠിച്ചാൽ പിന്നീട് ഇവന് സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷേ എങ്കിൽ പോലും അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. റെഫറൻസിനെല്ലാം വൈദ്യൻ ഗുരുവിൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കും, പഠിക്കും. പിന്നെ വേണമെങ്കിൽ അന്വേഷിച്ച് നടത്തും, കുറേയൊക്കെ പഠിക്കും. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനാണെങ്കിൽ ഡിജിറ്റൽ മീഡിയ മറ്റു കാര്യങ്ങളോ റെഫറൻസ് കിട്ടാവുന്നതൊക്കെ അതുമൊക്കെ ശേഖരിക്കാൻ പഠിക്കാൻ പറ്റും. ഈ രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതൊന്നും പുറമേ കാണില്ല, ആളുകൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടില്ല. അതാണ് കുഴപ്പം. ഒരാൾ എന്തൊക്കെ പഠിച്ചെന്ന് അവൻ്റെ മനസ്സിൽ കയറി നോക്കാൻ പറ്റില്ലല്ലോ. അവൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര നാൾ ഇതിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്, എവിടെയെല്ലാം പോയിട്ടുണ്ട്, ഏതെല്ലാം കണ്ടിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല. അത് പരിശോധിച്ചറിയാനുള്ള ഒരു മാർഗ്ഗങ്ങളും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളത് ഏതെങ്കിലും കോളേജുകളിലൊക്കെ ചേർന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ചേർന്നതിന് റെക്കോർഡ് ഉണ്ടാവും. അവൻ 3 കൊല്ലം പഠിച്ചു, അല്ലെങ്കിൽ 4 കൊല്ലം പഠിച്ചു, അല്ലെങ്കിൽ 5 കൊല്ലം പഠിച്ചെന്നുള്ളതിന് റെക്കോർഡുണ്ടാവും. അത് കഴിയുമ്പോൾ പരീക്ഷ നടത്തിയതായിട്ടുള്ളതുകൊണ്ട് പേപ്പറിൽ എഴുതി അടിച്ചു കൊടുക്കും. അതെല്ലാവരും അംഗീകരിച്ചോളണം, മനസ്സിലാക്കിക്കണം. അത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം. അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല ഈ പാരമ്പര്യ പഠനം. അത് പറ്റുകയുമില്ല. അതിന് നമ്മൾ വേറെ പ്ലാൻ ചെയ്ത് ഡിവൈസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള ഒരു കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും അവിടെ പഠിക്കുന്ന ആളുകൾക്ക് അതിന് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ പഠിച്ചോ ഇല്ലെന്ന് അറിയണത് റിസൾട്ടിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ ആശാൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെയും കൂടെ നടന്ന് പഠിക്കുന്നവർക്ക് മാത്രമാണ് അംഗീകാരമുള്ളത്. ഓരോ ആളുകളും ഇളമന ഗോവിന്ദ മേനോൻ്റെ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വയ്ക്കും. ഇവനപ്പോൾ ആ വാക്കിൽ തന്നെ പാരമ്പര്യം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രശസ്തി, അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനം, അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഗുണങ്ങളെല്ലാം ജനങ്ങൾക്കറിയാം, ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് പറയുമ്പോഴേക്കും ആ ആൾക്കും ഈ കഴിവുണ്ട്. അതാണ് അംഗീകാരം എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു പഴയ ഇവിടെ ഇത്രയും കാലങ്ങളിൽ വളർന്നു വന്നിരുന്നത് സമ്പ്രദായം. അപ്പോൾ അതിനൊരു കുഴപ്പങ്ങളുണ്ട് അങ്ങനത്തെ ഒരു പഠനത്തിന്. അപ്പോൾ നമ്മൾ ലോക്കലായിട്ട് മാത്രമേ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ അങ്ങനത്തെ ഒരു വൈദ്യം ചെന്നിട്ട് വേറെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഇവിടെ തൃപ്പൂണിത്തുറയിലുള്ള ഒരാൾ പോയി തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബോർഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അറിയാൻ മേല. ഈ ഗുരുവിനെ അറിയാൻ മേല, ആശാനെ അറിയാൻ മേല, ഇങ്ങനെ അറിയാൻ മേല. ഈ എഴുതിയിരിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് അറിയാൻ മേല. ജസ്റ്റ് ലൈക്ക് ഈ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് വയ്ക്കുന്ന പോലെ അതുപോലെ തന്നെയുള്ളൂ ഇതും. മനസ്സിലായി? അപ്പോൾ ഒരു വൈദ്യൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വളരെ കാലം ജീവിച്ചിരിക്കുകയും ചികിത്സ ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അവനെ വൈദ്യനായിട്ട് അംഗീകരിക്കുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വെറുതെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടൊന്നും വൈദ്യനാകില്ല, എഴുതാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല. ആ വൈദ്യൻ അംഗീകാരം നേടി ജനങ്ങളുടെ വിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ അതിന് നാളുകളെടുക്കും. ആരും ചെന്നിട്ട് ആദ്യമേ തന്നെ ക്യാൻസർ ചികിത്സിക്കാനായിട്ടൊരു വൈദ്യൻ്റെ ചെല്ലില്ല. പുതിയതായിട്ടൊരു വൈദ്യം വന്നിട്ട് ഒരു വൈദ്യൻ ഇവിടെ വന്നിട്ടുണ്ട്, വലിയ മിടുക്കനാണെന്നൊക്കെയാണ് പറയണത് എന്ന് പറഞ്ഞാലും ആരും ചെല്ലില്ല. ചിലണെങ്കിൽ വല്ല ചൊറിയോ വല്ല കൂമ്പി പൊട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യത്തിന് ചെല്ലും. അതിന് മരുന്ന് കൊടുത്ത് അത് മാറിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസം, ഒരു ഇത്തിരി കൂടെ കൂടുതലുള്ള കാര്യങ്ങൾ ആയിട്ട് ചെല്ലും. ഇങ്ങനെ ക്രമേണയാണ് ഈ വിശ്വാസം ആർജിക്കുന്നത്. പുതിയതായിട്ട് ഒരു ലൊക്കാലിറ്റിയിൽ ചെന്നിട്ട് ഒരിക്കലും ഒരു വൈദ്യനും പ്രശസ്തിയും കിട്ടിയില്ല, അത്യാവശ്യം ജീവിക്കാനുള്ള വകയും കിട്ടിയില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഈ പുതിയ സമ്പ്രദായം വന്നതോടുകൂടിയാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ബോർഡൊക്കെ എഴുതി, വലിയ ബോർഡൊക്കെ എഴുതി വയ്ക്കും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കയറി ചെല്ലും. ആ സമ്പ്രദായമൊന്നും പണ്ടില്ല. പണ്ട് ശരിക്കും ജനങ്ങൾ ഓരോരുത്തരുടെയും ആ അറിവ് എന്തോരം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ചെറിയ പച്ചമരുന്ന് പറിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, അവർക്കും ഉണ്ട് കുറേ അറിവുകൾ. ആ മരുന്ന് വിൽക്കുന്ന ചെറിയ പച്ചമരുന്ന് കടക്കാരുണ്ട്, അവർക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം. അതുമല്ലാതെ അവിടെയുള്ള ചെറിയ വൈദ്യന്മാരുണ്ട്, അവർ എണ്ണയും കുഴമ്പും അതുപോലെ സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അവരുടെ ലിമിറ്റ് എത്രയാണെന്ന് അറിയാം ജനങ്ങൾക്ക്. അതും കഴിഞ്ഞിട്ടാണ് ഉപരിയായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന ഈ ഗുരുക്കന്മാരുടെ ഏതാണ്ട് ലെവലിലേക്ക് വരുന്ന ആളുകൾ, അവരെ അറിയാം. ഇവരെല്ലാം കാറ്റഗറി ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഡിപ്ലോമക്കാരെയും ഡിഗ്രിക്കാരെയും MD-കാരെയും ജനങ്ങളെ മനസ്സിലാക്കണ പോലെ തന്നെ അന്നത്തെ കാലത്ത് ഈ പാരമ്പര്യ വൈദ്യന്മാരിൽ തന്നെ ഈ വിവിധ തരക്കാരുണ്ട്. 3-4 തരമുണ്ട്. പിന്നെ വളരെ ഒരു മരുന്ന് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ ഒരു ചികിത്സ മാത്രം അറിയാവുന്ന ആളുകളുണ്ട്. അതും ജനങ്ങൾക്കറിയാം. അങ്ങനെയുള്ളവർ മാത്രമേ അവിടെ പോകുള്ളൂ. ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിന് ചികിത്സ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വിവിധ തലങ്ങളിൽ വിവിധ രീതിയിൽ ആണ് ഇത് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയി. ഈ പാരമ്പര്യ വൈദ്യം അത്രയും വാസ്റ്റാണ്. അതിനകത്ത് അല്പം അറിവുള്ളവരുണ്ട്, അഗാധ ജ്ഞാനമുള്ളവരുമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം, ഈ വ്യത്യാസം. അല്ല പാരമ്പര്യ വൈദ്യന്മാരിൽ ഏറ്റവും അറിവില്ലാത്ത ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവന് വളരെ മണ്ടനാണ്
അവനൊന്നും അറിയാൻ മേലാത്തവനാണ്, അവൻ ഇംഗ്ലീഷിൽ അറിയാൻ മേല, പേര് പോലും നേരെ എഴുതാൻ അറിയാൻ മേലാത്തവൻ പറഞ്ഞ് പരിഹസിച്ചിട്ട് എന്താ കാര്യം? അതുപോലെയാണ് ആ മുഴുവൻ ആൾക്കാരും. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതുപോലെ അല്ല ഒരിക്കലും. അറിവ് വളരെയധികം ഇപ്പോഴുള്ള വലിയ പ്രബോധന്മാർക്ക് കയ്യിലും വളരെ വളരെ ഇതായിട്ടുള്ള കഴിവുള്ള വൈദ്യന്മാരുണ്ട്. അവരെ കാണിയില്ല, അവരെ അറിയിക്കില്ല, അവരെ പുറത്ത് കൊണ്ടുവരുന്നില്ല. അതിന് പകരം ഏറ്റവും ഒന്നും അറിയാൻ മേലാത്ത ഒരാളെ എടുത്ത് കാണിച്ചിട്ട് പറയും അവന് വഴി പിടിപ്പഴപ്പിന് ചിലപ്പോൾ എന്തെങ്കിലും പച്ചമരുന്ന് കുറുന്തോട്ടിയൊക്കെ പറിച്ചു കൊടുക്കുന്ന ആളായിരിക്കും. അതുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അവനതേ അറിയാമല്ലോ. അതുപോലുള്ള സാധനങ്ങൾ അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇതുപോലത്തെ ആൾക്കാരാണ് വൈദ്യന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ അതാണ് നമ്മൾ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് സത്യത്തിൽ. ഈ സിസ്റ്റത്തോട്, നമ്മുടെ രാജ്യത്തോടൊക്കെ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ആ തരത്തിലുള്ള സമീപനം. ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഇവിടെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ട് ഓടുന്ന തരത്തിലുള്ള വിഷാവസ്ഥകളുണ്ട്. അതുപോലും എടുത്ത് ശുദ്ധി ചെയ്തിട്ട് അതിൽ നിന്ന് വലിയ ഔഷധങ്ങൾ ഉണ്ടാക്കുന്ന വൈദ്യന്മാരുണ്ട്. പാഷാണങ്ങളൊക്കെ അത്തരം വൈദ്യന്മാരുണ്ട്. അവരെന്ത് പറയും? അതേസമയം മോഡേൺ സയൻസിലുള്ള വലിയ കെമിസ്ട്രി പ്രൊഫസർമാരും മറ്റുള്ള ആളുകളൊക്കെ പറയും ഇത് കാണുമ്പോൾ ഇത് ഭയങ്കര വിഷമാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ആൾ ചത്തു പോകുമെന്ന് പറയും. കാരണം അവൻ്റെ അറിവ് അങ്ങനെയുള്ളൂ. അവൻ അത്തരം സംയുക്തങ്ങളാണ് അവനറിയാവുന്നത്. ആ സംയുക്തങ്ങൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആൾ മരിക്കും. അതുപോലെയാണ് ഈ മരുന്നിനെ അവൻ കാണുന്നത്. ഒരു വൈദ്യന് അതിൻ്റെ ആ മരുന്നെടുത്ത് എന്തോരം ശുദ്ധി ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ്, എന്തെല്ലാം പരിശോധന കഴിഞ്ഞിട്ടാണ് അവനത് മരുന്നായിട്ട് മാറ്റുന്നത്. ആ മരുന്നിനെ അവൻ കാണുന്നത് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ആൾ, അല്ലെങ്കിൽ മോഡേൺ സയൻസിൽ ഒരാൾ കാണുന്നത് ഇവിടെയുള്ള അതിൻ്റേതായിട്ടുള്ള അപകടകരമായ കഴിച്ചാൽ മരിച്ചു പോകുന്ന സംയുക്തമായിട്ടാണ്, അതുമായിട്ടാണ് കമ്പയർ ചെയ്യണത്. മനസ്സിലായില്ലേ? എന്ത് പറഞ്ഞാലും മെർക്കുറി അല്ലേ എന്ന് ചോദിക്കും. മെർക്കുറി എന്നാൽ ആൾ ചത്തു പോകും. ഇതാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പോൾ അതുപോലെ ബുദ്ധിശൂന്യമായിട്ടുള്ള വളരെ വികലമായിട്ടുള്ള രീതിയിലുള്ള ഒരു വ്യൂ ആണ് ശരിക്കും ഈ വൈദ്യ സമ്പ്രദായത്തോട് മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകൾ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ വ്യൂ അതാണ്. അത് വളരെ തെറ്റാണ്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശതമാനം ആളുകളും ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്നുണ്ട്. ആശുപത്രിയിലും മറ്റുമൊക്കെ പോയിട്ട് ധാരാളം പേര് മരിക്കുന്നുണ്ട്. കാരണം എന്താണ്? അതിനൊക്കെ ശരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ മരുന്നുകളുള്ളതാണ്. പലതിനും, മുഴുവനൊന്നും ഞാൻ പറയുന്നില്ല. വളരെ കൂടുതൽ രോഗങ്ങൾ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. കാരണം ഒന്നും മരുന്നുകളില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി അതുപോലും നമ്മൾ പ്രായോഗികമായിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ്, ഇതിന് മരുന്ന് പോലും വളരെ തുച്ഛമായ മരുന്നിൻ്റെ ആവശ്യമുള്ളൂ. വല്ല എണ്ണ കുഴമ്പ് അത് ഇതൊക്കെ ഉള്ളൂ. അതിന് വിശേഷപ്പെട്ട മരുന്നുകളുണ്ട്. അത് കറക്ഷൻസ് ഉണ്ട്, മർമ്മ സംബന്ധമായിട്ടുള്ള അടങ്കലുകളുണ്ട്. ഇത് മതി. ഇപ്പോഴുള്ള ഒരു 80% കേസുകളും പരിഹരിക്കാനായിട്ട് അത് മതി. ആരെങ്കിലും ചെയ്യുന്നുണ്ട്. അതിന് പകരം സ്റ്റീൽ റോഡ് ഓപ്പറേറ്റ് ചെയ്ത് ഉള്ള അസ്ഥി എടുത്ത് കളഞ്ഞിട്ട് അവിടെ സ്റ്റീൽ റോഡ് ഇട്ട് നെട്ടുമ്പോൾട്ട് ഇട്ട് മുറുക്കിയൊക്കെയാണ് വീണത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്തിനാണ് ഇതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് ഞാൻ പറയുമ്പോൾ എന്നാൽ എല്ലാവരും കൂടി ആക്രമിക്കാൻ വരും, പരിഹരിക്കാൻ വരും. സത്യത്തിൽ ഒരു 80 ഒരു 60% കൂട്ടിക്കോളൂ. 60% കേസുകളെങ്കിലും നമുക്ക് ഇങ്ങനെ മാറ്റാവുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൻപുറത്തുള്ള നല്ല ഒന്നാം തരം മർമാണി വൈദ്യന്മാരുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ വളരെ കുറവാണ്, എന്നാലും ഉണ്ട്. അവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതേസമയം അതിന് ഭീമമായ ചിലവ് വരത്തക്ക രീതിയിൽ കുടുംബം വരെയും പണയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം നിലനിൽക്കുന്നത് ഇവിടെ. അപ്പോൾ ഇത് പുനരുജ്ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയോജനകരമാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും വളരെ വർദ്ധിക്കും. പാവപ്പെട്ടവർ നല്ല നിലയിൽ ആശ്വാസം കിട്ടാൻ പറ്റും. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ധാരാളം ഉണ്ട്, പക്ഷേ അവിടെയൊന്നും ഇങ്ങനത്തെ സംവിധാനം ഇല്ല. അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും വേണ്ടത് ഞാനീ പറഞ്ഞ പോലെയുള്ള പാരമ്പര്യ വൈദ്യ ചികിത്സാ കേന്ദ്രങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അനേകം വളരെ ചുരുങ്ങിയ രീതിയിൽ, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള മർമ്മശാസ്ത്ര സംബന്ധമായിട്ടുള്ളത് ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ട് മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള അനേകം കേന്ദ്രങ്ങളുണ്ടാകണം. ഇവിടുത്തെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു 80% വരെയും അതുകൊണ്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ. വലിയ ചിലവുമില്ല ഗവൺമെൻറ്റിന്, വലിയ ചിലവില്ല. നമ്മളിപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ തന്നെ ഏതെങ്കിലും ഇപ്പോൾ ഒരു വിശേഷപ്പെട്ട എന്തെങ്കിലും ഒരു പുതിയൊരു രോഗം വന്നെന്ന് വിചാരിക്കുക. ആ രോഗത്തിന് വേണ്ടിയിട്ട് 100 കോടിയൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന് വേണ്ടി തന്നെ ചിലപ്പോൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾക്ക് കൊടുക്കുന്നത്. 100 കോടി അപ്പം തന്നെ അനുവദിക്കും ഗവൺമെൻറ്. ഈ 100 കോടിയുടെ സ്ഥാനത്ത് ഒരു 10 കോടി വേണ്ട ഇതുപോലെയുള്ള ഒരു 2 കേന്ദ്രം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എവിടെയെങ്കിലും ഒരു 2 കേന്ദ്രം ഉണ്ടാക്കാനായിട്ട് 10 കോടി പോലും വേണ്ട. 100 കോടി ഉണ്ടെങ്കിൽ എത്ര? ഒരു 10-20 കേന്ദ്രങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ ആൾ ഓവർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടും. വിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള, അതുപോലെ പഠിപ്പിച്ച് കുട്ടികളെ ഇറക്കുക, അതുപോലെയുള്ള കേന്ദ്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ശരിയായ രീതിയിലുള്ള സമ്പ്രദായം. അതാണ് വേണ്ടതും.
ഇത് ഞാൻ പറയുന്നതല്ല, പാരമ്പര്യ രീതിയിൽ പഠിച്ചു വന്നിരിക്കുന്ന മിക്കവാറും ആളുകൾക്കെല്ലാം ഈ ഒരു അറിവുണ്ട് എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അവൻ്റെ സാമ്പത്തിക ശേഷി അനുവദിക്കുന്നില്ല, ഗവൺമെൻറ് പ്രോത്സാഹനം കിട്ടുന്നില്ല, ജനങ്ങളിൽ നിന്ന് പ്രോത്സാഹനം കിട്ടുന്നില്ല. ഇങ്ങനെ പഴയ കാലത്തെ ട്രഡീഷൻ തന്നെ വളരെ ചുരുങ്ങിയ രീതിയിൽ പലരും പൈസ പോലും വാങ്ങിക്കാതെയൊക്കെ ചികിത്സ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ചുരുങ്ങിയ ചിലവിലാണ് ചെയ്തുകൊണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അന്നത്തെ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അവന് വേണ്ട ഭക്ഷണത്തിനുള്ള വകയും ജീവിക്കാനുള്ള വകയും കൊടുക്കുമായിരുന്നു. ആ സംവിധാനം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന ഒരിക്കലും സാധ്യമായ കാര്യമല്ല. വേറെ ജോലി ഉണ്ടാകാനുള്ളവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. പോകാനുള്ള കൺവെൻസ് വരെ ഒരുക്കിയിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. കളവണ്ടിയും ഇപ്പോൾ വേറെ വരുമാനമുള്ളവർക്ക് വേണമെങ്കിൽ അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കാൻ പറ്റും. അതൊരു ദാനം പോലെ കൊടുക്കുന്നതാണ്, ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ തന്നെ ഉപരി മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളിക്കൊക്കെ വില കൂടുതലാണ്. ഞാൻ ആ വെള്ളിയുടെ സിന്ദൂരമൊക്കെ ഉണ്ടായപ്പോൾ 40,000 രൂപ. ഇപ്പോൾ നേരത്തെ വിളിച്ച് പറഞ്ഞത് 40,000 രൂപയാണ് വെള്ളിക്ക് 1 കിലോയ്ക്ക് വില ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2.5 ലക്ഷം രൂപ വില. അതാണ് അതിൻ്റെ വ്യത്യാസം. എല്ലാത്തിനും ഭയങ്കരമായിട്ട് വില കയറിയിട്ടുണ്ട്, കിട്ടാൻ നിർത്തില്ല. അപ്പോൾ അത്തരം മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. ജോലി ഉള്ളവന് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു മോഡേൺ ചികിത്സ ചെയ്യുന്നതിനേക്കാളും ചിലവ് കുറവ്, വളരെ വളരെ കുറവായിരിക്കും അത്തരം ചികിത്സയ്ക്ക് പോലും. പക്ഷേ സാധാരണ രീതിയിൽ വരുന്ന രോഗങ്ങളുടെ ഒരു 60% ചെറിയ ചിലവിൽ, വളരെ നിസ്സാര ചിലവിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്, ചികിത്സിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനുള്ള പ്രോത്സാഹനം ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകണം, ജനങ്ങളിൽ നിന്നുണ്ടാകണം. അതാണ് എൻ്റെ കാര്യം. എങ്കിൽ അത് വിജയിക്കുള്ളൂ. ആ തരത്തിലുള്ള പഠനം പ്രോത്സാഹിപ്പിക്കണം. ഇതേപോലുള്ള സെൻ്ററുകൾ ഉണ്ടാക്കണം. ഹോസ്പിറ്റലല്ല നമുക്ക് ആവശ്യം. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് സാർ ഒന്ന് ഇത് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൈദ്യന്മാരെ നമ്മൾ പല ഭാഗത്തു നിന്നുള്ള വൈദ്യന്മാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് തങ്ങാനായിട്ടുള്ള ഒരു സൗകര്യം, അവരെ കൊണ്ട് ഇത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം. അപ്പോൾ തിയറിറ്റിക്കലും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെയും കൂട്ടി നമ്മൾ എവിടെയെങ്കിലും പോയി അവിടെ നിന്ന് ഈ പച്ചമരുന്നുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ സ്വാഭാവികമായ നിലയിൽ തന്നെ അവർക്കറിയാം ലൊക്കേഷൻസ്, ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ വയൽച്ചുള്ളി എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാടത്തൊക്കെ ഉണ്ട് പല സ്ഥലത്തും. എങ്കിൽ തന്നെയും ഇപ്പോൾ ഒന്നും ഇല്ലാത്ത സ്ഥലം എന്ന് ചോദിക്കണം. നമ്മളിപ്പോൾ പാവനാശം സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്, നല്ല ഒന്നാന്തരമായിട്ട് നിൽപ്പുണ്ട്. ലോറിയിൽ കയറ്റി കൊണ്ടുവരാതെ വെട്ടിക്കൊണ്ടുവരാത്തക്ക രീതിയിൽ കിട്ടും. അങ്ങനെ ഓരോന്നും ഓരോ ഐറ്റവും ഉണ്ടാകുന്ന ബൾക്കായിട്ട് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ലൊക്കാലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ അടയ്ക്കാമണി ഉണ്ടല്ലോ, ശിവകരന്ത, കൊട്ടായംകരന്ത എന്നൊക്കെ. അവസാനം പാലക്കാട് സൈഡിലുള്ള ചില പാടങ്ങളിൽ കായലോരനെ കയ്യണ്ണിയുണ്ട്, അടയ്ക്കാമരം ചില സ്ഥലങ്ങളിലുണ്ട്. അതും കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വെള്ളം അടയ്ക്കാമരം കിട്ടുന്നില്ല, ഒരിടത്തുമില്ല. പാലക്കാടാണെങ്കിൽ തന്നെയും ഈ വയലത്താണ്. ആ തെക്കോട്ട് പോകുന്നവരും ഉണ്ടാവും. അത് ശരിയാണ്, തെക്കോട്ട് വെള്ളമായിരിക്കും കൂടുതൽ, ഇപ്പുറത്തേക്ക് ഈ നില. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഓരോ ഐറ്റങ്ങളും ഉള്ള സ്ഥലങ്ങളുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അത് പോയി കൊണ്ടുവരേണ്ടി വരും, അത്രയും ചിലവുകൾ വരും ഇപ്പോഴത്തെ കാലത്ത്, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഒരു മരുന്നുണ്ടാക്കുമ്പോൾ വളരെ ചെറിയ അളവിലുണ്ടാക്കിയാൽ ഒരിക്കലും അത് ലാഭകരമായിരിക്കില്ല, ബുദ്ധിമുട്ടുമായിരിക്കും. ബുദ്ധിമുട്ടല്ല ഒരുപോലെയാണ്. ഇപ്പോൾ ഒരു സാധനം കൊണ്ടുവരണമെങ്കിൽ പാലക്കാട് പോയി കൊണ്ടുവരേണ്ടത് പാലക്കാട് തന്നെ കൊണ്ടുവരണം. അത് നമ്മൾ ഒരു 100 ഗ്രാം കൊണ്ടുവന്നാലും കൊള്ളാം, 100 കിലോ കൊണ്ടുവന്നാലും ഒരേപോലെയാണ്, അവിടെ പോകാതെ പറ്റില്ല. അപ്പോൾ അതിന് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക, കൂടുതൽ ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ 2-3 ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ വൈദ്യന്മാരോ ഒരുമിച്ച് ചേർന്ന് ഈ മരുന്നുകൾ ഉണ്ടാക്കുക. എന്നിട്ട് അവരുടെ ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ടാകും, അവരും കൂടെ ഉണ്ടാകും, അവർ തന്നെ കൂടി ചേർന്നാണ് ഉണ്ടാക്കുക, അവർ തന്നെ അത് വീതിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യുവാനുമല്ല, അത് ഒരു ആശാൻ അങ്ങനെയല്ല. ഒരു ഗുരുവിന് ഒരു 10 ശിഷ്യന്മാരുണ്ടെങ്കിൽ 10 ശിഷ്യന്മാരുമായിട്ടാണ് പോകുന്നത്. ദുർവാസാവിന് 10,000 ശിഷ്യന്മാരുണ്ടായിരുന്നല്ലേ നമ്മളെ ഇതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ. അതേപോലെയാണ്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും ഒരുപാട് ശിഷ്യന്മാരുണ്ടാവും, അവരെയും കൂട്ടിയാണ് പോകുന്നത്. മരുന്ന് കളക്ഷനും ഈ മരുന്ന് പഠിക്കാനും ഒക്കെ അവരെയും കൂട്ടിയാണ് പോവുക. അങ്ങനെ മരുന്ന് കളക്ട് ചെയ്തിട്ട് കൂടുതലായിട്ടുണ്ടാക്കും. അതാണ് സാധാരണ പതിവ്. പിന്നെ അന്ന് വേറെ സിസ്റ്റമില്ലാത്തതുകൊണ്ട് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കും, ഇഷ്ടംപോലെ ആൾക്കാർ ഈ വൈദ്യന് തിരക്ക് വരുമായിരുന്നു. രോഗങ്ങൾ തന്നെ കുറവാണെന്നുള്ള കാര്യം സത്യം, പക്ഷേ എങ്കിൽ പോലും ഉള്ള ആളുകൾ തിരക്ക് വരുമായിരുന്നു. അപ്പോൾ അതാണ് ഇത് പഴയ. അപ്പോൾ ആ രീതിയിലുള്ള സമ്പ്രദായം കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ കാലത്തും പ്രസക്തമാണ്. ആനുകാലികമായിട്ടും നമുക്കത് സ്വീകരിക്കാവുന്ന അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചികിത്സ ഉണ്ടാവും അല്ലേ? ചികിത്സ വേണമല്ലോ, പിന്നെ മരുന്നുണ്ടാക്കിയാൽ പിന്നെ ചികിത്സിക്കണമല്ലോ, ചികിത്സിച്ചാലേ പറ്റുള്ളൂ. മെയിനായിട്ട് ഇൻറ്റേർണൽ മെഡിസിൻസ് കൊടുത്തുള്ളൊരു ചികിത്സയാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്. അതെ, അത് തീർച്ചയായും അതല്ലേ പറ്റുള്ളൂ.
പലതും അങ്ങനെ വരുള്ളൂ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ധാരാളം ഗുളികളും മരുന്നുകളും കഴിച്ചിട്ടാണ് ആളുകൾ വരുന്നത്. സപ്പോർട്ടിങ് മെഡിസിൻസ് കഴിച്ച് വരുന്നവരാണ്. രോഗങ്ങൾക്ക് ഈ ശാശ്വതമായ പരിഹാരം പല സിസ്റ്റത്തിലും ഇല്ല. അവരെന്താണെന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള ശമനമാണ് അവർക്ക് കിട്ടുന്നത്. സിംപ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ മോഡേൺ മെഡിസിൻ തന്നെ അങ്ങനെയാണല്ലോ. സിംപ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ്. ഓരോ സിംപ്റ്റംസിനും അതിനനുസരിച്ച് മരുന്നുകളുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനേകം മരുന്നുകൾ കഴിച്ചിട്ടാണ് രോഗികൾ വരുന്നത്. ഈ മരുന്നുകൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ വേറെ മരുന്ന് നമ്മുടേതായിട്ടുള്ള മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ. ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ശരീരം നോർമലായിട്ട് നിൽക്കത്തക്ക രീതിയിൽ കണക്കാക്കിയിട്ട് മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അതും ഒരു തരം റിസർച്ചാണ്. അതും വേണ്ട ആവശ്യമാണ്. ഇപ്പോൾ പലരും ഷുഗർ, പ്രഷർ ഒക്കെ ഉള്ളവരാണ്. പലർക്കും ഹാർട്ട് കംപ്ലൈൻ്റ് ഉള്ളവരാണ്. അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടാണ് വരിക. ഈ മരുന്നുകൾ മുഴുവൻ നിർത്തിയിട്ടും നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിന് അതേ രീതിയിലുള്ള ഒബ്സർവേഷൻ ആവശ്യമാണ്. അതേപോലെ ഉള്ള മരുന്നുകൾ ആവശ്യമാണ്. മോഡേൺ മെഡിസിൻ്റെ അറിവും ആവശ്യമാണ്. അതാണ് വേറൊരു കുഴപ്പം. ഇപ്പോൾ വരുന്ന രോഗികളെ സംബന്ധിച്ച് നമ്മൾ മോഡേൺ മെഡിസിൻ്റെ ഒരു പ്രായോഗിക അറിവ്, പ്രാഥമിക അറിവെങ്കിലും ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ മരുന്നുകൾ, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പം ആയുർവേദമോ അല്ലെങ്കിൽ സിദ്ധവൈദ്യ പഠനം കൂടുതൽ ദുഷ്കരമായിരിക്കുകയാണ് വൈദ്യന്മാരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും. മറ്റേവർ പിന്നെ അലോപ്പതി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. മോഡേൺ എഡ്യൂക്കേഷനിൽ വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ അലോപ്പതി മരുന്ന് കൊടുക്കുന്നതിന് പകരം അതാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഇപ്പോഴത്തെ സമ്പ്രദായത്തിലുള്ള കോളേജിൽ നിന്ന് കൗൺസിൽ അംഗീകരിച്ച ഒരു സിലബസ് വെച്ച് പഠിച്ചിറങ്ങുന്ന ആളുകൾ അവർ അലോപ്പതിയിലേക്കാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അലോപ്പതിയിലേക്ക് നീങ്ങും. യഥാർത്ഥത്തിൽ അതല്ല നമുക്ക് ആവശ്യം വേണ്ടിയിരിക്കുന്നത്. നമ്മളുടേതായിട്ടുള്ള സിസ്റ്റം പരമാവധി പരിപോഷിപ്പിച്ച് അതിൽ നിന്ന് തന്നെ മരുന്നുകൾ കണ്ടെത്തുകയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം നമ്മൾ എല്ലാവരും ഇപ്പോൾ അലോപ്പതി ഉപയോഗിച്ച് പലരും അലോപ്പതി തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പലയിടത്തും. കേരളത്തിന് പുറത്ത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്. ആയുർവേദം എന്ന് പറഞ്ഞാലും അലോപ്പതിയാണ്. അപ്പോൾ അലോപ്പതിയുടെ പ്രാഥമിക കാര്യം മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യമൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ രീതിയിലുള്ള ഒരു അറിവോ പഠനമോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങുമില്ലാത്ത രീതിയിലേക്ക് ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മാറ്റം വരണമെങ്കിൽ ഇതിന് തനതായ രീതിയിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിനുള്ള കഷ്ടപ്പാടുണ്ട്. നല്ല ഇൻ്റലിജൻ്റായിട്ടുള്ള കഷ്ടപ്പെടാൻ തയ്യാറുള്ള കുട്ടികൾ മുന്നോട്ട് വരണം. വയസ്സന്മാരായിട്ടുള്ള പഴയ വൈദ്യന്മാരെ വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റില്ല. അതിന് കുട്ടികളായിട്ടുള്ള അവരുടെ ശിഷ്യന്മാരായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ചെയ്യേണ്ടത്. പഴയ വൈദ്യന്മാരുടെ അതിൽ നിന്ന് ആ അറിവുകൾ സമാഹരിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് രീതിയിൽ അത് വളർത്തിയെടുക്കാൻ പറ്റണം. അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ കോളേജ് സമ്പ്രദായത്തിൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരം കുട്ടികൾ ശരിക്കും എന്താ പറയുക, പാരമ്പര്യ രീതിയിൽ തന്നെ പഠിക്കാനും അതനുസരിച്ച് കഷ്ടപ്പെടാനും അന്വേഷണം നടത്താനും തയ്യാറായിട്ട് മുന്നോട്ട് വരണം. വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെ വണ്ടർഫുള്ളായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ പറ്റും നമ്മുടെ രാജ്യത്ത്. ഇത് നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ അറിവിൻ്റെ ആഴമൊക്കെ നിങ്ങൾക്ക് ഒരു കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു സീരീസ് ഓഫ് വീഡിയോസാണ്. ഇപ്പോൾ എന്തായാലും മറ്റൊരു പോഡ്കാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. Thank you for watching and thank you for supporting me.